ഗസയിൽ കഴിയേണ്ടി വരുന്ന അറബ് ജനതയുടെ ഐഡന്റിറ്റി എന്തായിരിക്കും, ഫലസ്തീൻ ജനതയുടെ ഐഡന്റിറ്റി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു ഉറപ്പുമില്ല. അവരെങ്ങനെയാണ് അവരുടെ ഭക്ഷണം, അവരുടെ ജീവിതം, അവരുടെ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തായിരിക്കും അതിന് ഉണ്ടാകാൻ പോകുന്ന ഒരു സമീപനം, ഒരു എന്താ പറയുക, ഒരു സംവിധാനം എന്തായിരിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ധാരാളമുണ്ട്. അവിടേക്ക് ഇപ്പൊ ഭക്ഷണവും പിന്നെ മറ്റ് സഹായങ്ങളും ഒക്കെ ഉടൻ എത്തുമായിരിക്കും. കാരണം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യും. വളരെ നല്ല കാര്യമാണ് കേട്ടോ. അതിനകത്തൊന്നും യാതൊരു സംശയവും വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാണുന്ന ഈ അന്തരീക്ഷം ഉടനടി ഈ യുദ്ധം അല്ലെങ്കിൽ ഈ വംശഹത്യ അവസാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കുക, അവിടുത്തെ സ്ത്രീകളെയും അവിടുത്തെ മനുഷ്യരെയും ഒക്കെ രക്ഷിച്ചെടുക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് അത് വളരെ ശുഭകരമായ ഒരു പ്രഭാതമാണ് ഇന്നത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതേസമയം തന്നെ മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയ്ക്കൊന്നും വക നൽകുന്നതായിരുന്നില്ല ഈ 20 ദിന നിർദ്ദേശങ്ങൾ. പക്ഷേ ഹമാസ് അത് അംഗീകരിക്കുമ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു വളരെ എന്താ പറയാ, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംഘടനയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെ തീരുമാനം അപ്പോഴും ഏതെങ്കിലും മുന്നോട്ട് വച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, അതായത് ഇസ്രായേലിന്റെ ഈ പറയുന്ന ആക്രമണങ്ങൾ എല്ലാ കാലത്തേക്കുമായി അവസാനിപ്പിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങൾ കൂടി ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം.